ഹലോ എക്സാമിനർ ഫാമിലി മക്കളെ, നമ്മുടെ റിസൾട്ട് വരാൻ SLCയുടെ റിസൾട്ട് വരാൻ ഇനി കുറച്ച് ദിവസം കൂടി ബാക്കിയുള്ളൂ അല്ലേ? കാരണം ഒരു 20 ദിവസം മാക്സിമം അതിൻ്റെ ഉള്ളിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ. കാരണം 26-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും വാല്യുവേഷൻ കഴിയും. അത് കഴിഞ്ഞ് മാർക്ക് എൻട്രിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമുക്കൊരു മെയ് ഫസ്റ്റ് വീക്ക് ഓർ സെക്കൻഡ് വീക്ക് ആ ഒരു സമയം, കഴിഞ്ഞ പ്രാവശ്യം മെയ് 8-നെങ്ങാണ്ടോ ആണ് റിസൾട്ട് വന്നത്. ആ ഒരു സമയത്ത് തന്നെ 8 to 10 ആ ഒരു സമയത്ത് തന്നെ വരും, റിസൾട്ട് വരും എന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ. ഓക്കെ മക്കളെ, അപ്പോൾ ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല, എന്തായാലും ഒഫീഷ്യലായിട്ട് വരും. എന്തായാലും 26-ാം തീയതിയോടെ എന്ത് ചെയ്യും, നമ്മുടെ വാല്യുവേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യാനുള്ള പരിപാടികൾ തുടങ്ങും എന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ ടെൻഷൻ അടുപ്പിക്കാനോ, സാറേ റിസൾട്ട് ഇന്നാണെന്ന് പറഞ്ഞ് എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കുന്നത്? മകളെ, എന്തായാലും ഇത് വരേണ്ടത് തന്നെയാണ്, അത് എന്തായാലും വരുന്നേ ചെയ്യും. ഓക്കെ, നമ്മൾ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ആ സാധനം എന്തായാലും സമയമാകുമ്പോൾ വരും. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് പ്രിക്വേഷൻസ് ഉണ്ട്. ഞാനിതിന് മുന്നേ പറഞ്ഞതാണ് നിങ്ങളോട്, നമ്മൾ ഏത് കോഴ്സ് എടുക്കണം, ഏതിലാണ് നമ്മുടെ ഭാവി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെറ്റാക്കി വെക്കേണ്ട സമയം. കാരണം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരു റഷായിരിക്കും. റിസൾട്ട് വന്ന് റഷിൽ നമ്മൾ ചെയ്യുന്ന പല തീരുമാനങ്ങളും ചിലപ്പോൾ തെറ്റായി പോകാനൊക്കെ സാധ്യതയുണ്ട്. കാരണം ഇവർ അമ്മേ അവളത് കൊടുത്തു, ഇവൻ ഇതിന് കൊടുത്തു, അപ്പോൾ ഞാനും ഇതിന് കൊടുക്കട്ടെ, അങ്ങനെയൊക്കെ നമുക്ക് വരും. ഓക്കെ, ഇതൊക്കെ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളത് അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് തൊട്ടന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. നമ്മൾ ഇന്ന് തൊട്ടന്നെ ഷെഡ്യൂൾ ചെയ്ത് തുടങ്ങണം. എന്താണ് നമ്മൾ സ്കൂളുകളെ പറ്റിയൊക്കെ അന്വേഷിക്കുക, എങ്ങനെയാണ് അവിടുത്തെ ക്ലാസ്സുകൾ. ഇപ്പോൾ ചിലപ്പോൾ VHSC കോഴ്സുകൾ, പല കോഴ്സുകൾ ഉണ്ടായിരിക്കും. ഏതൊക്കെ VHSC കോഴ്സുകളാണ് ചില സ്കൂളിലൊക്കെ ഉള്ളത്, അങ്ങനെയൊക്കെ താല്പര്യമൊക്കെ അങ്ങനെയൊക്കെ പോവാം. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അങ്ങനെ നല്ല ഫാക്കൾട്ടീസ് ആണോ, നല്ല ടീച്ചേഴ്സ് ആണോ, ഇതൊക്കെ അന്വേഷിക്കാനുള്ള സമയമാണ് മക്കളെ ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ അന്വേഷിച്ച് വെക്കുക, റിസൾട്ട് വന്നിട്ട് നമുക്ക് മാർക്കിനനുസരിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്, അത് പ്രോപ്പറായിട്ട് ചെയ്യുക, നല്ലൊരു സ്കൂൾ തന്നെ ഓപ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി മക്കളെ SLC റിസൾട്ട് കൊണ്ടൊന്നും കഴിയുന്നില്ല. ചിലരൊക്കെ പറയുന്നുണ്ടാവും SLC റിസൾട്ട് മാത്രം പഠിച്ചാൽ മതി, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടാവും. അത് ചിലപ്പോൾ നിങ്ങൾ SLCയിൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. ഓക്കെ, ഇത് തുടക്കമാണ്. SLC എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടിംഗ് ആണ്. ആ സ്റ്റാർട്ടിങ് ഒന്നെങ്കിൽ ചീറ്റിപ്പോകാം, അല്ലെങ്കിൽ നന്നാവും, എന്തോ ആയിക്കോട്ടെ. അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുക എന്നുള്ളതാണ് SLCൻ്റെ ലക്ഷ്യം. അത് കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റെപ്പ് എങ്ങനെ വൃത്തിയിൽ കയറുന്നു എന്നുള്ള ഓരോ സ്റ്റെപ്പായിട്ട് കയറിക്കൊണ്ടേയിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കരുത്. ഇന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ടൈം ഗ്യാപ്പിൽ അടിപൊളിയായിട്ട് ചെയ്യുക. നമുക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ.